നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരെ തുടർച്ചയായി മൂന്നാം ദിവസമാണ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, മൂന്നാം ദിവസമാണ് ചോദ്യം ചെയ്യൽ. ഇന്ന് നിർണായകമായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? കെ.പി. ഇന്നലെ ഈ പ്രതികളുടെ എല്ലാം തന്നെ ഇവരാണ് മർദ്ദിച്ചത് എന്നത്, ഈ മർദ്ദനമേറ്റവരും അതോടൊപ്പം തന്നെ അന്നത്തെ ദൃശ്യം പകർത്തിയവരും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലോക്കൽ പോലീസിലെ 3 ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ഈ കോടതി നിർദ്ദേശം അനുസരിച്ച് ഇന്നുകൊണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇന്ന് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ മർദ്ദനമേറ്റ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെങ്കിൽ അതും ഇന്ന് നടത്താനാണ് സാധ്യത. അത് അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ തെളിവെടുപ്പ് നടത്തിയ ശേഷമാവും ജാമ്യം നൽകി വിട്ടയക്കുക. ഈ ഒരു രീതിയിലായിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യലും മറ്റും പോകാനുള്ള സാധ്യതയുള്ളത്. എന്തുതന്നെയായാലും നമുക്കറിയാം, 2023 ഡിസംബർ 15 നടന്ന ഈ അക്രമവുമായി ബന്ധപ്പെട്ടാണ് 5 പേരെ ഇപ്പോൾ പ്രതി ചേർത്ത് SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ 3 ദിവസമായി ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അത് മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ 308 വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് സാധ്യത. ആ രീതിയിൽ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകും. സുധീഷ് പറഞ്ഞതുപോലെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇവരെ പുറത്ത് വിടുകയും ചെയ്തു. ഒപ്പം ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇവർ തന്നെയാണ് പ്രതികൾ, ഇവർ തന്നെയാണ് ഞങ്ങളെ മർദ്ദിച്ചത് എന്ന് ഈ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ, ഇപ്പോൾ നിലവിൽ MLA അടക്കം ഇന്നലെ തിരിച്ചറിഞ്ഞിരുന്നു. സാക്ഷികളും ഇവരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു, അല്ലേ? കെ.പി. അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഇത്തരത്തിൽ മർദ്ദനമേറ്റ 2 പേരും അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ പകർത്തിയ ജോജിമോൻ എന്ന ക്യാമറാമാനും അതോടൊപ്പം 3 പോലീസുകാരുമാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. അതിന് ശേഷവും ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു. എന്തുതന്നെയായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമാകേണ്ട തൊണ്ടിമുതലുകൾ, അതായത് ഇവരെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ലാത്തിയും മറ്റും കണ്ടെത്തിയിട്ടില്ലെന്നുള്ള ആക്ഷേപവും ഈ മർദ്ദനമേറ്റവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ തെളിവെടുപ്പിന് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തന്നെയാണ് തീരുമാനിക്കുക എന്നത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ അവരുടെ പക്കലുള്ളത് കൊണ്ട് ഇനി അത്തരമൊരു തെളിവെടുപ്പിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കും അന്വേഷണ സംഘം എത്താൻ സാധ്യതയുണ്ട്. കെ.പി.